ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് രുചികരമായ എങ്ങനെ നമുക്ക് ബീട്രൂട്ട് തോരൻ ചെയ്യാം. അപ്പോൾ ബീട്രൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം. ഫസ്റ്റിലെ ഉള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഒരു 5 ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി ഒരു 5 ഇതള്, പിന്നെ അത് കണക്ക് തന്നെ തേങ്ങ അരയ്ക്കാനുള്ള അരപ്പിന് വേണ്ടി മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് തേങ്ങ, ഫസ്റ്റിലെ ജീരകം, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ എരിയുള്ള മുളക് പൊടി, കാശ്മീരി ഉണ്ട്, എരിയുള്ള മുളക് പൊടിയാണ് ഇടുന്നത്, 1 ടീസ്പൂൺ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നാട്ടിൽ കാണിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, പിന്നെ ജീരകം, എരിയുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, തേങ്ങ, അങ്ങനെ 5 ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് ഞാൻ ഇത് അരിഞ്ഞതാണ്. പച്ചമുളക് അരിഞ്ഞതും, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇറുത്തെടുത്തതും, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഗ്രൈൻഡ് ചെയ്യാനും മേടിച്ചിട്ടുണ്ട്. വീട്ടിലൂടെ എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് മിക്സ് ചെയ്തത് തേങ്ങയും അതിൻ്റെ മസാല ഐറ്റങ്ങൾ മിക്സ് ചെയ്തതാണ്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അത് കറിവേപ്പില, പിന്നെ കുറച്ച് ഉഴുന്ന്, 1 ടീസ്പൂണും എല്ലാം ഉഴുന്നിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫസ്റ്റിലെ കടുവ വറുത്ത ശേഷം വറ്റൽമുളകും കൂടെ ഇടുക. കുറച്ച് വറ്റൽമുളകും കൂടെ ഇടുക. വറ്റൽമുളകും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. കുറച്ച് വറ്റൽമുളക് ഇടുക. കടുക്, വറ്റൽമുളക്, പിന്നെ ഇത് ഉഴുന്ന്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം കടുക് ഇടുക. ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ഈ വെളിച്ചെണ്ണ വീത്തുന്നു. വെളിച്ചെണ്ണ ഒരു 4-5 ടീസ്പൂൺ വീത്തുക, ഒഴിക്കുക. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള കറിവേപ്പില, വെളുത്തുള്ളി, ഉഴുന്ന് ഇത് ഇടുക. പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉഴുന്ന്, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഈ പരുവാകുന്ന ഒരു ചെറിയൊരു ഇതാവുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഫസ്റ്റിൽ ഇടുക. ഉള്ളി ഫുള്ളായിട്ട് ഇട്ട ശേഷം പിന്നെ ബീട്രൂട്ട് തട്ടി ഇടുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ച് ഇതാവണം. ഒന്ന് ഫുള്ളായിട്ട് അടച്ചിട്ട ശേഷം പിന്നെയാണ് അരപ്പ്, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച അരപ്പ് തട്ടിയിടുക. അതിന് ശേഷം 10-15 മിനിറ്റിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്ത അരപ്പ്, തേങ്ങ, വെളുത്തുള്ളി ചെറുതായിട്ട് എടുത്തു, ജീരകം, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്നത് ആയിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പ് ലാസ്റ്റ് ഇടുന്ന ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.